ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നെമ്മീൻ കറിയാണ്. നെമ്മീൻ കറി വെക്കാനുള്ള പാടിലാണ് ഞാൻ. ഓക്കെ, ഇതാ നെമ്മീൻ കിടക്കണ കിടപ്പ് കണ്ടോ? പെറ്റ വെള്ളം സഹിക്കില്ല അതെ. ആഹാ കണ്ടല്ലോ, നെമ്മീൻ അല്ലെന്ന് ആരും പറയില്ല. ഓക്കെ, നെമ്മീൻ കറി വെക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങൾ ഇതാ ഉള്ളി, ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി പേസ്റ്റിൽ അടിച്ചുണ്ടാക്കിയതാണ്. കുടംപുളി ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല കട്ട റമ്മ് പോലെ ഇരിക്കുന്നു കുടംപുളി, കറിവേപ്പില. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം കുറച്ച് തക്കാളി പേസ്റ്റും കുറച്ച് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കി മറിക്കാൻ പോവുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അത്, വേറെ ഒന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം. അത് അരിഞ്ഞ് ചേർക്കാം. കുറച്ച് ഒരു 2-3 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2-3 പീസ്. പിന്നെ ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും എന്നാണ് നമ്മുടെ മുൻ മീൻകറി ഉണ്ടാക്കിയുള്ള അനുഭവം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി മാത്രമേ ഇടാവൂ. സാധാരണ ഇന്ന് എൻ്റെ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ ഒരു ഒരു വലിയ സവാളയുടെ അരഭാഗം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് ഇളക്കാൻ പോവാം. ഇത്ര ചെറിയ ഉള്ളിയും ഇച്ചിരി സവാളയും ഇടുന്ന കൂടുന്നതനുസരിച്ച് അത്രയും ഗ്രേവി കൂടും നമ്മളെ മീൻ കറിക്ക്. അതിന് വേണ്ടിയാണ്. പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവും കുറച്ച്. സോ ഇത് കൂടുതലിട്ടു. എണ്ണ അല്പം കുറവാണെന്ന് തോന്നുന്നു. കുറച്ചെണ്ണ കൂടെ ചുക. എണ്ണ ഉണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ചുവന്ന കളറിൽ വരണം കേട്ടോ. എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഉള്ളി എത്രയും മൂക്കും അത്രയും ടേസ്റ്റ് കൂടുതലാണ്. കേട്ടിട്ടില്ലേ? ഇതെല്ലാം പ്രശസ്ത ഷെഫ് രജീഷിൻ്റെ കണ്ടുപിടുത്തങ്ങളാണെന്നൊക്കെ പറയാം. ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എന്നെ അനുകരിച്ചാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നോക്കണ്ട. കുളമായി പോകും നിങ്ങൾ ഉണ്ടാക്കിയ. നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിച്ച് പ്രത്യേക ട്രീറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി തരാം. നല്ല മീൻ വാങ്ങിക്കണം. ഉണക്ക കരുവാട് വച്ചിരുന്ന എൻ്റെ കുഞ്ഞമ്മ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ആരായാലും നല്ല മീനൊക്കെ വാങ്ങിച്ചിരുന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരാം. ഒരു പീസൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. പിന്നെ തിരക്കിനിടയിലും വന്ന് എല്ലാം ചെയ്തതണ്ടേ, അപ്പോൾ അതുവേണ്ടിയാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ നല്ല മീൻ കറി തിന്നണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ച് കഴിയും ഇപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ നെമ്മീൻ കൂട്ടി ചോറും, പിന്നെ ഇന്നലെ വെച്ച അവിയലിരിപ്പുണ്ട്. അവിയലും നെമ്മീൻ കറിയും അവിയലും. ചിക്കൻ കറി വേണമെങ്കിൽ ചിക്കൻ കറി ഫ്രിഡ്ജിലിരിപ്പുണ്ട് വച്ചത്. ഇന്ന് മീൻ കറി തിന്നു തോന്നി മീൻ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. ഓക്കെ ഒരുപടി. അപ്പോൾ ഒന്ന് മൂത്തോട്ടെ. ഓക്കെ, ചുമ്മാ ഇട്ട് കിണ്ടി എൻ്റെ കൈ കഴിക്കുന്നല്ലോ. ഇങ്ങോട്ട് മൂക്കുന്നു. ഒരു 10 മിനിറ്റെങ്കിലും ഇത് മൂക്കണം. ഒരു 10 മിനിറ്റെങ്കിലും മൂത്താലേ നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പല പല ചേരുവകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് മൂത്തോട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം നല്ല മൂത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മൂത്തല്ലേ? കുറച്ചുകൂടെ മൂത്താലും കുഴപ്പമില്ല. ഒരു 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്നൊരു ഗോൾഡൻ കളർ, നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചേർക്കാനുള്ളതാണ്
മസാലപ്പൊടികളാണ്. ഓക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം മുളക് പൊടി ചേർക്കാം. ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. അതൊരു 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കാൻ പോവുകയാണ്. നാട്ടിൽ നിന്നുണ്ടെന്ന മുളക് പൊടിയാണ്. ഓക്കെ, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള സാധനമാണ്. അപ്പോൾ അത്ര മതി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. കയ്യിൽ വെച്ചെടുക്കാൻ വലിയ പാടാട്ടോ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കാമേ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സി തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെ കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ, നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തില്ല. ഉപ്പ് വേറെ പച്ചമുളകൊന്നും ഇട്ടില്ല. അത് നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നത് മീനൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ പച്ചമുളക് ചേർക്കുള്ളൂ. അതിൽ കിടന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മുളക് വെന്ത് കിടക്കണം. എന്നാലേ ആ ഒരു ഫീലിംഗ്, ടേസ്റ്റിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, ഉപ്പൊക്കെ നമ്മൾ പിന്നെ ചേർക്കത്തുള്ളൂ. ഇതൊക്കെ എടുത്ത് മാറ്റിക്കുക, അല്ലെ ഉരുകി പോവും. സോ മഞ്ഞപ്പൊടി അടച്ചു വെച്ചു. മുളക് പൊടി അടച്ചു വെച്ചു. ഓക്കെ, വേറെ സാധനമുണ്ട്. ഒരു പച്ചമണം, മസാലയുടെ ഒരു പച്ചമണമൊക്കെ അങ്ങ് പോകുന്നവരെ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ഇളകി കൊടുക്കുക. കരിയാത്ത രീതിയിൽ ഇളകി കൊടുക്കണം. ഓക്കെ, കരിഞ്ഞേ പോയി, കരിയരുത്. ഇളക്കി ഇനി നമ്മളിതിൽ ചേർക്കേണ്ടതാണ് ടൊമാറ്റോ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇപ്പം എന്താ ചേർത്തത്? ടൊമാറ്റോ. എന്താണെന്ന് മനസ്സിലായല്ലോ, ടൊമാറ്റോ. അപ്പോൾ അതൊന്ന് നമ്മൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളകി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോയുടെ പച്ച മണം പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടൊമാറ്റോയുടെ പച്ച ഒരു മണമൊക്കെ അങ്ങ് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കി നമ്മുടെ ഗ്രേവി നല്ല കട്ടിക്ക് നല്ല പേസ്റ്റ് മോഡലിൽ കണ്ടോ, ഇങ്ങനെ നല്ല കൊഴുകൊഴായിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ദക്ഷിണ വെച്ച് എന്തെങ്കിലുമൊക്കെ തരിക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചൂട് കുറച്ച് ചെയ്യണം കേട്ടോ. ഇപ്പം ചൂട് കൂട്ടിച്ചാൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും. സോ ഇതുണ്ട് എല്ലാം ചൂടൊക്കെ കുറച്ച് വെച്ചിട്ട് വളരെ സാവധാനം, ആക്രാന്തം കാണിക്കാതെ, കൊതി വിടാതെ ചെയ്യുക. ഓക്കെ, വീട്ടിൽ പണിയൊന്നുമില്ല ചുമ്മാ ഇരിക്കുന്നവർക്ക് ഇതുപോലെ ഇടയ്ക്ക് മീനൊക്കെ വാങ്ങിച്ച്, നല്ല മീൻ വാങ്ങിക്കണം. നമുക്ക് നെത്തോലിയൊന്നും വാങ്ങിച്ച് ചെയ്യില്ല, പൈസ ചിലവാക്കണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല, ഞാൻ മീനൊന്നും വാങ്ങിക്കാറില്ല, എൻ്റെ കൂട്ടുകാരെ വാങ്ങിച്ചു തന്നതാണ്. ആകുമ്പോൾ ചേട്ടാ വെച്ചാൽ നല്ല കറിയാകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വെച്ച് തന്നു. അങ്ങനെ വെച്ചാൽ എനിക്കും കഴിക്കാമല്ലോ. സോ ഞാൻ വാങ്ങിച്ചു. എന്നോ അവരെ കുക്ക് ചെയ്യണം, ഇന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഇങ്ങനെ ആയി. ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ഇങ്ങനെ കലക്കി വെച്ചിങ്ങനെ റമ്മുണ്ടല്ലോ, കട്ട റമ്മല്ല കേട്ടോ, ഇത് പുളിവെള്ളം. നല്ല പുളിയായിട്ടുണ്ട്. നല്ല പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി കട്ട ഇടണ്ട, ഒരു കട്ട വേണമെങ്കിൽ നമുക്കിടാം.
ഒരു കട്ട വീണിട്ടുണ്ട്. ഒന്നും കൂടി ഇട്ടേക്കാം, പിന്നെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം. കാരണം പുളി കിടക്കും തോറും അതിന് വീര്യം കുടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൽ ചുവപ്പായിട്ട് കാണുന്നില്ലല്ലേ? എനിക്ക് ചുവപ്പായിട്ട് കാണുന്നു, എൻ്റെ ക്യാമറയിൽ ചുവപ്പായിട്ട് വരുന്നില്ല. നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കുക. പുളി നമുക്ക് പിന്നെ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. വേണ്ട, അങ്ങനെ മുറിച്ചിട്ട് രണ്ടാക്കിയിട്ട് വലിയ പീസാണ് എടുത്ത് മരിക്കളയാം. പുളി കൂട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. ആ ഒരു കഷ്ണത്തിനെടുത്ത് അങ്ങ് മാറ്റിയാൽ, ഇപ്പോഴേ മാറ്റിയാൽ ഭാവിയിൽ ദുഃഖിക്കണ്ട. പുളി കൂടിപ്പോവും. അവിടെ പുളി 2 കഷ്ണം പുളി കിടക്കട്ടെ. ഇത് നല്ലതായിട്ട് ഇളക്കി നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. കാരണം വെള്ളം കുറവാണ്. ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം എടുക്കുക. തിളയ്ക്കണ വെള്ളം അതെടുത്തിട്ട് ഇങ്ങനെ ആ ചൂടുവെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ വേണം. കുറച്ച് വെള്ളം കൂടി ചേർത്താൽ നന്നായി. ഇനി എനിക്ക് മീൻ പൊരിക്കാനുള്ളതാണ്, അതിനുള്ള മസാലയാണ് വെച്ചിരിക്കുന്നത്. അതില്ല, മസാലയല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം മീനിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരു 1/4 സ്പൂണ് കടുക് ഇടാം. നമ്മളെ ഉലുവ. ഞാൻ ഉലുവ ആദ്യം ചേർത്തിട്ടില്ല. ഞാൻ അവസാനം കടുക് വറുക്കുമ്പോൾ ഉലുവ ചേർക്കാമെന്നുള്ളതിൽ, താളിക്കുമ്പോൾ ഉലുവ ചേർക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ മീൻ വയ്ക്കുമ്പോൾ താളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കും. ഓക്കെ, കരിവേപ്പിലയൊക്കെ ഇട്ട്. അപ്പോൾ മീനിൻ്റെ ഗ്രേവി, നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മീനിന് കളറില്ല കേട്ടോ. കളറില്ലാത്ത കാരണം കൊണ്ടല്ല, ഞാൻ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് ചില്ലി ഉപയോഗിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കും. അതാ വെന്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോഴാണെങ്കിലും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി കളർ കൂടും. നോക്കാം, ഇച്ചിരി കളർ കൂട്ടാൻ പറ്റുമോ നോക്കാം. 1 സ്പൂൺ വേണമെന്നില്ല, കുറച്ചിട്ടാൽ മതി. കാശ്മീരി ചില്ലി, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടെടുത്തേ. ഇപ്പം നിങ്ങൾ കളറില്ല എന്നുള്ളതിൻ്റെ അത് മാറിക്കിട്ടും. പിന്നെ നല്ല എരിവാണ്. ഞങ്ങൾ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. അപ്പോൾ നല്ല എരിവായിട്ട് കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ലതായിട്ട് വെട്ടി തിളയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ തിളച്ചതിന് ശേഷം പറയാം. അപ്പോഴും നന്നായിട്ട് നമ്മുടെ മീൻ കറി, നല്ല ഗ്രേവി നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. സോറി, പുകയായിട്ടുണ്ട്. പുക പിടിച്ചാൽ നിങ്ങൾ ക്യാമറയിൽ പുകയായി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ഇടാൻ കറിവേപ്പില ഇടണം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 കറിവേപ്പില അങ്ങോട്ട് ഇട്ട് വെക്കാം. നല്ല കറിവേപ്പില. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട്, എൻ്റെ മൊബൈൽ മീൻ കറിയിൽ വീഴുമെന്ന്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഇട്ടു. ഒരു തണ്ട് ഇട്ട് കൊടുക്കുക, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയ്ക്കൊന്നും ഒരു കുറവും വരത്തില്ല. സോ ഒന്ന് ഇളകി കൊടുക്കുക. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മീനിടുമ്പോൾ, മീനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. നമ്മളിവിടെ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ മീനിൻ്റെ കാര്യം തീരുമാനമാകും. സോ ഉപ്പ് എടുക്കട്ടെ. ഒരു ആവശ്യാനുസരണം ഉപ്പ്, അറിയാമല്ലോ, ആവശ്യത്തിനനുസരണം ഉപ്പ് എടുക്കുക. ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉപ്പിട്ടു. ഇനി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അല്ല, ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി. ഉപ്പുണ്ടോ, ഉപ്പ് കുറഞ്ഞോ കൂടിയോ, കുറച്ച് കൂടിയൊന്നും കുഴപ്പമില്ല. അത് മീനിനൊക്കെ വരും, മീനൊക്കെ പിടിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഗ്രേവി കൂട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കാരണം കഷ്ണം കൂടുതലുണ്ട്. പിന്നെ നമുക്ക് കഴിക്കുന്ന നേരത്ത് ഗ്രേവി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സുഖ. ചിലപ്പോൾ ഒരു കപ്പയും കൂടെ വാങ്ങും വൈകുന്നേരം. അപ്പോൾ കപ്പയും മീൻകറിയും ഉപ്പുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല, ഉപ്പുണ്ട്, പുളിയുണ്ട്. ആ കുടംപുളിയുടെ ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഞാനിവിടെ വന്നിട്ടാണ് ഈ കുടംപുളി ഇട്ട് മീൻകറി വയ്ക്കാനുള്ളൊരു. സോ അപ്പോൾ ഞാൻ മീൻ കഷ്ണം പറക്കിയിടാൻ പോവാണ്. 1 2 3 കൊള്ളൂല എന്തോ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പാലൊന്നും കട്ടിയായിരിക്കണം. ഇത് തലയുടെ ഭാവം കേട്ടോ. നമുക്കിങ്ങനെ അകത്തോട്ട് ഇറക്കി കൊടുക്കും. ഒന്ന് ഇളക്കുമ്പോൾ ശരിയാവും. ഓക്കെ, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കുകയാണ്, തീ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഓക്കെ, മീൻകറി റെഡിയായിട്ട് ഇനി എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് കഴുകി അടക്കി പറക്കി വയ്ക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തു വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മീൻകറി അങ്ങനെ വെട്ടി തിളക്കുകയാണ് സുഹൃത്തുക്കളെ. വെട്ടി തിളക്കുകയാണ് ഉണ്ടല്ലോ. മീൻകറി തിളയ്ക്കുന്ന തിളപ്പ് കണ്ടാ പെറ്റ തള്ള സഹിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളക്കുകയാണ്. തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ, വേവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ ആയി. കുറച്ചൊന്ന് വറ്റിക്കോളും. എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുക, ഉച്ചയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം കഴിക്കുക, വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ കഴിക്കാവൂ. അപ്പോഴാണ് മീൻകറിയുടെ ആ മസാലയും ആ കാര്യങ്ങളെല്ലാം ഒന്ന് ആ മീനിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ഞാൻ മീനിലൊന്ന് താളിക്കാൻ പോവുകയാണ്. അതിന് ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് താളിക്കട്ടെ. താളിക്കുന്നത് നമ്മൾ കടുവറുക്കുക, അതാണ് താളിക്കുക. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അടുത്ത് നമുക്ക് താളിക്കാനുള്ള സെറ്റപ്പാണ്. കടുവറുക്കാൻ പോവുകയാണ്. ഓക്കെ, കുറച്ചെണ്ണ ഒഴിക്കുക. കുറച്ചെണ്ണ മതി കേട്ടോ, കുറച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നല്ല കരിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് ശരിയാക്കി എടുക്കണം. നമ്മുടെ മീൻ നല്ല വെന്ത് അങ്ങനെ തിളച്ച് ഉണ്ടോ, എന്താ സൂപ്പറായിട്ടുണ്ട്. നല്ലതായിട്ട് വേവുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കടുവറുക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുവ. ഓക്കെ, കടുവ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കടുവ, കുറച്ച് ഉലുവ, കുറച്ച് ഉലുവ ഇട്ടു, കടുവിട്ടു. കടുവും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം പൊട്ടുന്ന കണ്ടോ, പൊട്ടപ്പൊട്ടയെന്ന് പൊട്ടുവാണ്. പൊട്ടട്ടെങ്ങനെ പൊട്ടട്ടെ, കടുകും ഉലുവയും പൊട്ടട്ടെ. അപ്പോൾ രജീഷ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി സ്വാഗതം. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഇന്ന് മുതൽ. യൂട്യൂബ് ചാനലിൻ്റെ പേര് രജീഷ് കിച്ചൺ. ഓക്കെ, പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങൾ ഞാനിങ്ങനെ മാസത്തിൽ അല്ലെങ്കിൽ വീക്കിലി ഒരു ടൈം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. ഓക്കെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നെമ്മീൻ കറി, സ്പെഷ്യൽ
തിരുവനന്തപുരം. എവിടെ? തിരുവനന്തപുരം സ്പെഷ്യൽ നെമ്മീൻ കറി. ഓക്കെ, അപ്പോൾ അത് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി പൊട്ടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതിൽ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അരച്ച് വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള ആ മിക്സും കൂടെ വന്നിട്ട് കൊടുക്കുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ മല്ലി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1/4 സ്പൂണ്, ഒരുപാട് കൂടി പോകല്ലേ, മല്ലി അങ്ങനെ അധികം ചേർക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു വെറൈറ്റി സ്റ്റൈലാണ്, സോ നിങ്ങൾക്ക് പരീക്ഷിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 1/4 സ്പൂൺ മല്ലി, 1/4 സ്പൂണേ എടുക്കാവൂ, വേറെ ഒന്നും എടുക്കരുത്. ഓക്കെ, ഒരു 1/4 സ്പൂൺ മല്ലി പൊടിയും കൂടെ അതിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, മല്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിൽ ചേർക്കേണ്ടതാണ് കരിവേപ്പില. കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ ആവശ്യത്തിന് നേരത്തെ ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ പേരിന് ചേർക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ നമ്മൾ വറ്റൽമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ അങ്ങനെ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചേർക്കാറില്ല. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ കടുവറ. സോ നമ്മൾ കടുവറ ഇത്രയേ ഉള്ളൂ. ഇത്രയായി. ഇനി നമ്മൾ നമ്മുടെ മീൻ കറിയിലോട്ട് അങ്ങോട്ട് കമത്താൻ പോവുകയാണ്, ഒഴിക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ അടുത്തെൻ്റെ പരിപാടി തുടങ്ങാറായി. അടുത്തത് മീൻ വറുക്കാൻ വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നിങ്ങൾ എന്തായാലും കാണും. ഓക്കെ, കാണാമല്ലേ? ഒന്ന് കുറച്ച് ഗ്രേവിയിലോട്ട് കോരി ഒഴിച്ചിട്ടേ, കുറച്ച് ഗ്രേവി കോരി ഒഴിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കാൻ പാടില്ല, കാരണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. കഷ്ണമെല്ലാം നല്ല വെന്തിരിക്കുന്നുണ്ട്, പൊടിയാൻ പാടില്ല. അപ്പോൾ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. വാ, പൊളി മുത്തുമണികളെ, പൊളി. പെറ്റുള്ള സൈക്കില്ല മക്കളെ. സോ നമ്മളെ നാടൻ മീൻകറി ഇവിടെ ഏകദേശം റെഡിയായെന്ന് തന്നെ പറയാം. കുറച്ചൊന്ന് ഇരുന്ന് വറ്റട്ടെ, കുറച്ചൊന്ന് വറ്റിയാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുത്തുമണികൾ നമ്മളെ മീൻ ഇതായിരുന്നു തിളയ്ക്കുവാണ്. പൊളി അടിപൊളി മീൻകറിയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. നമ്മളെ മീനൊക്കെ നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഴിക്കാൻ നേരത്തുള്ള വീഡിയോ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചുമ്മാ കൊതി വിട്ട് എൻ്റെ വയറ് വൃത്തിയിലാക്കണ്ട. ഓക്കെ, അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ നാടൻ തിരുവനന്തപുരം സ്റ്റൈൽ നെമ്മീൻ കറി. തിരുവനന്തപുരത്ത് എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. സോ നാടൻ നെമ്മീൻ കറി ഇതാ റെഡിയായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ യൂട്യൂബിൽ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ പോവുകയാണ്, രജീഷ് കിച്ചൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ഐക്കൺ ചവിട്ടി പൊട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം എന്നെ പ്രചോദനനാക്കിയത് എൻ്റെ ജെ കെ ആണ് യൂട്യൂബ് ചാനലിൻ്റെ ആൾ. എൻ്റെ 1997 SLC ബാച്ചിലെ ജെ കെക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജെ കെയുടെ ഫുൾ സപ്പോർട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രതീക്ഷിക്കുന്നു. ജെ കെ സിന്ദാബാദ്, രജീഷ് കിച്ചൻ സിന്ദാബാദ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാ മുത്തുമണികളും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.
അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം രജീഷ് കളത്ര, കുവൈറ്റ്.